ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പിതാവേ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സോമർസെറ്റ് സെയിന്റ് തോമസ് പാരീഷിനോട് അടുത്തുള്ള ഹൈസ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ ഈ വർഷത്തെ രൂപതയുടെ യൂക്രിസ്റ്റിക് കോൺഗ്രസും ജൂബിലി ഇയറും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളോടുകൂടെ ആയിരിക്കുന്നത് ചിക്കാഗോ സെയിന്റ് തോമസ് രൂപതയുടെ പരമാധ്യക്ഷനായ മാർ ജോയ് ആലപ്പാട്ട് പിതാവാണ് ഈ യൂക്രിസ്റ്റിക് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നേതൃത്വം കൊടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രൂപതയുടെ എല്ലാ കാര്യങ്ങളും, ഞങ്ങളുടെ 50ഓളം പള്ളികളും 30ഓളം മിഷനുകളും ഓടി നടന്ന പിതാവ് എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു ഇടയനെ ഞങ്ങളുടെ രൂപതയ്ക്ക് കിട്ടിയതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം. അപ്പോൾ പിതാവിനോട് നമുക്ക് ചോദിക്കാം. പിതാവിന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, രൂപതയെ പറ്റിയും ഇടവകളെ പറ്റിയും എല്ലാം. അപ്പൊ പിതാവിനോട് നമുക്ക് ചോദിക്കാം, ഈ ഒരു യൂക്രിസ്റ്റിക് കോൺഗ്രസിനെ സംബന്ധിച്ച് പിതാവിന്റെ സ്വപ്നം എന്താണ്, പിതാവ് കാണുന്ന ഒരു വിഷൻ എന്താണെന്ന് നമുക്ക് ചോദിക്കാം. പിതാവെ, ഷെക്കിന ടിവിക്ക് വേണ്ടിയിട്ട് പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. പിതാവ് യൂക്രിസ്റ്റിക് കോൺഗ്രസിന് വേണ്ടി ഒത്തിരി ഓടി നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പൊ പിതാവിന്റെ ഒരു സ്വപ്നം, ഒരു വിഷൻ എന്താണ് യൂക്രിസ്റ്റിക് കോൺഗ്രസ് വഴിയായിട്ട്? നമ്മുടെ അമേരിക്കയിലെ സിറോ മലബാർ സഭ സ്ഥാപിതമായിട്ട് ഇപ്പോൾ 25ാം വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഈ 25 വർഷക്കാലത്തെ നമ്മളുടെ വളർച്ചയെ നോക്കി കാണുന്നതിനും ഇനി തുടർന്ന് നമ്മൾ എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുമൊക്കെ ചിന്തിക്കുന്നതിനും വിഭാവനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇപ്രകാരം ഒരു യൂക്രിസ്റ്റിക് കോൺഗ്രസ് നമ്മൾ ഇവിടെ സംഘടിപ്പിക്കുവാൻ ഇടയായിട്ടുള്ളത്. അപ്പോൾ ജൂബിലിയുടെ 25ാം വർഷ ജൂബിലിയുടെ ഭാഗമായിട്ടാണ് ഈ ഇവിടെ യൂക്രിസ്റ്റിക് കോൺഗ്രസ് നടക്കുന്നത്. ഈ അമേരിക്കയിലെ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഒരു യൂക്രിസ്റ്റിക് റിവൈവലിന് വേണ്ടിയിട്ട് എല്ലാ രൂപതകളും ഇടവകളും വളരെ തീക്ഷ്ണമായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഭാഗമായിട്ട് എല്ലാ രൂപതകളിലെ ഇടവകളിലും വിവിധങ്ങളായ ആക്ടിവിറ്റീസ്, പല പ്രോഗ്രാമുകളൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഒരു ക്ലൈമാക്സ് ആയിരുന്നു കഴിഞ്ഞ കൊല്ലം ഇവിടെ ഇൻഡ്യാനാപോലിസിൽ വെച്ച് നടന്ന നാഷണൽ യൂക്രിസ്റ്റിക് കോൺഗ്രസ്. ആ കോൺഗ്രസ്സില് വളരെയധികം പേര് വന്ന് പങ്കെടുക്കുന്നുണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് സിറോ മലബാർ സഭയുടെ ഒരു കുർബാന അർപ്പിക്കുവാനായിട്ടുള്ള ഒരു അവസരമുണ്ടായി. അത് വളരെയധികം പേരെ ആകർഷിക്കുകയുണ്ടായി. ഒരു നല്ല പ്രസന്റേഷൻ, ഒരു സഭയ്ക്ക് ഒരു നല്ലൊരു എക്സ്പോഷർ കിട്ടുന്നതിന് അത് വളരെ സഹായകമായിരുന്നു. അപ്പോൾ നമ്മളിപ്പോ ഈ ജൂബിലി ഇയറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുമ്പോൾ ഈ ജൂബിലി നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും നമ്മൾക്ക് അടിയുറച്ച ചില ഘടകങ്ങൾ നമ്മുടെ വിശ്വാസത്തിന് ഉണ്ട്. അതിൽ ഒന്നാണ് നമ്മോടൊപ്പം വസിക്കുന്ന യേശു ക്രിസ്തു. ഈശോ നമ്മുടെ കൂടെ ഉണ്ട് എന്നും ആ ഈശോയാണ് നമ്മളെ വഴി നടത്തുന്നതെന്നും എല്ലാ മനുഷ്യരിലേക്കും ആ ഒരു സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും അമേരിക്കയെ പലരും കാണുന്നത് ഒരു ഭൗതികതയുടെ ഒരു അതിപ്രസരത്തില് നിൽക്കുന്ന ഒരു രാജ്യം എന്ന രീതിയിലാണ് പലരും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി മെറ്റീരിയലിസം, ഇൻഡിവിജ്വലിസം, നാർസിസം, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പലപ്പോഴും നമ്മുടെ ആളുകളെ സ്വാധീനിക്കുന്നത്. പിന്നെ പലരും വിചാരിക്കുന്നത് അമേരിക്കയിൽ വന്ന് പിന്നെ പണം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ പിന്നെ എന്താണ് വേറെ ഒരു, അല്ലെങ്കിൽ പിന്നെ എന്തിനാ അമേരിക്കയിലേക്ക് വരണേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം. അതല്ല, നമ്മൾ ഇവിടെ അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു ദൗത്യം ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മളോടൊപ്പം വന്നിട്ടുള്ള ആ വിശ്വാസം ഇവിടെയും പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോമാസ് ലിഹായിലൂടെ നമുക്ക് ലഭിച്ചതായ ആ വിശ്വാസ പാരമ്പര്യം, വിശ്വാസത്തിന്റെ സമ്പത്ത്, അതിൽ നമ്മൾ ജീവിക്കുകയും അത് മറ്റുള്ളവർക്ക് കൂടി വ്യക്തമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുക. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഞാൻ റോമില് പോയപ്പോഴ് പുതിയ പരിശുദ്ധ പിതാവിനെ കാണുവാനായിട്ട് ഒരവസരമുണ്ടായി. ഈസ്റ്റേൺ റൈറ്റ് സഭകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ജൂബിലി സംഭവമായിരുന്നു അതിൽ ഞാനും പോയി പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ പരിശുദ്ധ പിതാവ് പറഞ്ഞതായ ഒരു കാര്യം,
ദ ചർച്ച് നീഡ്സ് യു. Yeah. നിങ്ങളെ കൊണ്ട് സഭയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് മാർപ്പാപ്പ പറയുന്നത്. അപ്പോ എന്താണ് ഈ ആവശ്യം എന്ന് പറയുന്നത്? ഈ അവർ റെസ്പോൺസിബിലിറ്റി ടു സ്പ്രെഡ് ദ വേർഡ് ഓഫ് ഗോഡ്. അപ്പോ ആ വിശ്വാസം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ടുള്ള വാഹകരായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ അതിനെ വെറും കേവലം നമ്മളൊരു പണസമ്പാദനത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് നമ്മൾ കാണരുത്. നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്വം, നമ്മൾ ഈശോയുടെ സാക്ഷികളായിട്ട് ഇവിടെയും പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു വലിയ ഉത്തരവാദിത്വം നമ്മളെ ബോധ്യപ്പെടുത്തുവാനായിട്ട് ഈശോയെ തന്നെ കൂട്ടുപിടിക്കണം. അപ്പോൾ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായി കൊണ്ട് മാത്രമേ നമുക്കത് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ കുടുംബ ജീവിതമായാലും നമ്മളുടെ പ്രൊഫഷണൽ ജീവിതത്തിലായാലും നമ്മുടെ സാമൂഹ്യമായ ബന്ധങ്ങളിലായിരുന്നാലും ഈ ഈശോ ഇഫക്റ്റ് നമുക്ക് ഉണ്ടാക്കണം. അങ്ങനെ ഒരു യൂക്കറിസ്റ്റിക് കൾച്ചർ നമ്മളുടെ സമൂഹത്തിൽ വളർത്തിയെടുത്താൽ മാത്രമേ നമ്മുടെ ലക്ഷ്യം നമുക്ക് സാധിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് ഇങ്ങനെയുള്ള യൂക്രിസ്റ്റിക് കോൺഗ്രസിന്റെ ഒക്കെ ഒരു പ്രധാന ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത്. അതിലേക്ക് ആളുകളെ ആകർഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ യേശുവിലേക്ക് ആളുകളെ ആകർഷിക്കുക, അത് വിശുദ്ധ കുർബാനയിലേക്ക് ആളുകളെ അടുപ്പിക്കുവാനായിട്ട് കഴിയുക. അവിടെ അവർ യേശുവിനെ കണ്ടുമുട്ടണം. എൻകൗണ്ടർ ടുക്ക് പ്ലേസ് ഇൻ ദ സാക്രമെന്റ്. അവിടെ കണ്ടുമുട്ടുന്ന ഈശോയുമായിട്ട് അവര് സംവദിക്കണം. അങ്ങനെ അവരുടെ പ്രയാസങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയും. ഈശോയോടൊപ്പം സൗഹൃദം ചേർന്നുകൊണ്ട് അവർക്ക് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കഴിയും. അങ്ങനെ we want to make a new culture of the Eucharist. ഒത്തിരി നന്ദി പിതാവേ. ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഈ കുഞ്ഞു മക്കളെ ഇപ്പൊ ഇവിടെ കാണുന്ന യുവജനങ്ങളില് പിതാവ് കാണുന്ന ഒരു ഭാവി തലമുറ എന്താണ്? സിറോ മലബാർ പിതാവിന്റെ ഒരു സ്വപ്നം എന്താണ്? ഞാൻ ഇവിടെ അമേരിക്കയിൽ ഇപ്പോ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 30-ലേറെ വർഷമായി. ഞാൻ വന്ന കാലഘട്ടത്തില് നമുക്ക് ഇവിടെ സ്വന്തമായ ഒരു ആരാധനാ സംവിധാനങ്ങളോ സഭാ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതിരുന്നു. പിന്നീടാണ് 2001 നമുക്ക് ചിക്കാഗോ കേന്ദ്രമായി ഒരു രൂപത നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ആ കാലഘട്ടം മുതലുള്ള നമ്മുടെ വളർച്ചയെ എനിക്ക് നോക്കി കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. രൂപത ഉണ്ടാകുന്നതിന് മുൻപും രൂപത ഉണ്ടായതിനു ശേഷവും ഒരു വൈദികൻ എന്ന രീതിയിലും പിന്നീട് ഒരു ബിഷപ്പ് മെത്രാൻ എന്ന രീതിയിലും എനിക്ക് നമ്മുടെ സമൂഹത്തിന്റെ ആ വളർച്ച, ഭൗതികമായ വളർച്ചയെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ക്വാളിറ്റി ഓഫ് ഫെയ്ത്ത്, അതിൽ വന്നിട്ടുള്ള ഒരു വലിയ വളർച്ച എനിക്ക് നോക്കി കാണുവാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കുടുംബ ബന്ധങ്ങളില്, ദാമ്പത്യ ബന്ധങ്ങളില്, മക്കളെ വളർത്തുന്നതില്, മക്കളെ വിശ്വാസ പരിശീലനം കൊടുക്കുന്നതില് ഒക്കെ. ആരംഭകാലത്ത് രൂപത ഉണ്ടാകുന്ന ആ കാലഘട്ടത്തില് പലരും വളരെ ആശങ്കകൾ ഉണ്ടായിരുന്നു. ഓ, ഇതെങ്ങനെ നിറവേറ്റും, ഇത് ആരും കൊണ്ട് നടക്കും, ഈ പിള്ളേരൊക്കെ ഇതിനകത്ത് വരുമോ, ഇതൊക്കെ നമ്മൾ പള്ളിയൊക്കെ പണിത് ആരും ഉപയോഗിക്കും എന്നൊക്കെയുള്ള ഒരുപിടി ആശങ്കകൾ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറെ ആശങ്കകൾ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയില്ല, ദൈവമാണ് നമ്മളെ നടത്തുന്നത്. അപ്പൊ അങ്ങനെ ദൈവം നമ്മോട് വളരെ കാരുണ്യം കാണിച്ചതിന്റെ ഫലമായിട്ട് നമ്മളുടെ പ്രതീക്ഷകൾക്കും നമ്മുടെ ആശങ്കകൾക്കും ഒക്കെ അപ്പുറം ദൈവം നമ്മെ വളർത്തി. ഇന്ന് നമുക്ക് 50-ലധികം ഇടവകയില്ല, സ്വന്തമായ സ്ഥലത്തോട് കൂടിയിട്ടുള്ള ഇടവക, കൂടാതെ 30-ലധികം മിഷൻ സ്റ്റേഷൻസ് ആയിട്ട് നമ്മളിങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഒരു 10,000-ലധികം കുട്ടികള് വിശ്വാസ പരിശീലനം കാറ്റക്കിറ്റിക്കൽ പ്രോഗ്രാമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ പലതരം മിനിസ്ട്രികൾ, പിതൃവേദി, മാതൃവേദി, CML, ഹോളി ചൈൽഡ്ഹുഡ്, സിറോ മലബാർ കാത്തലിക് കോൺഗ്രസ്, പിന്നെ അതുപോലെ പല മിനിസ്ട്രികളിലൂടെ വിമൻസ് ഫോറം, ഇങ്ങനെ പല മിനിസ്ട്രികളിലൂടെ നമ്മൾ സഭയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ, ഒരു വിശ്വാസത്തെ ഉജ്ജ്വലിപ്പിക്കുവാനായിട്ട് അവർ പരിശ്രമിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ദൈവത്തോട് നന്ദി പറയുവാനുണ്ട് ഈ അവസരത്തിൽ. അതുപോലെ നമ്മുടെ സഹോദരങ്ങളുടെ നല്ല തീക്ഷ്ണത നിറഞ്ഞ ശ്രമഫലമായിട്ടാണ്
നമുക്ക് അമേരിക്കക്കാരായ നമുക്ക് ആരും പുറത്തുനിന്ന് 10 പൈസ നമുക്ക് തരില്ല. നമ്മൾ തന്നെയെല്ലാം ഉണ്ടാക്കുന്നത്. ഈ കാണുന്ന പള്ളികളും ഈ സംവിധാനങ്ങളും എല്ലാം ഉണ്ടാക്കിയത് ഈ ആളുകൾ തന്നെയാണ്. ഇവരുടെ തന്നെ പരിശ്രമ ഫലമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പലപ്പോഴും അതിശയിച്ചു പോയിട്ടുള്ളത്, നമ്മുടെ പള്ളികളിൽ ആപ്പാടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുള്ളത് ആപ്പാടെ വികാരി അച്ഛനോ അച്ഛനോ അല്ലെങ്കിൽ പിന്നെ ജാനിറ്റർ എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ നമ്മൾ ശമ്പളമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ഇവിടുത്തെ അൽമായ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ നമ്മളുടെ സീറോ മലബാർ സഭയുടെ ഒരു വലിയ പ്രേക്ഷിത മുന്നേറ്റമാണ് ഈ അമേരിക്കയിൽ നമുക്ക് ഒരു രൂപത വളർത്തിയെടുക്കുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത്. അപ്പോൾ അൽമായരുടെ പരിശ്രമമാണത്. അതിനോടൊപ്പം വൈദികരും പ്രവർത്തിച്ചപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് സാധിച്ചു. നമുക്ക് നല്ല ഒരു 70ഓളം വൈദികര് നമ്മുടെ ഈ രൂപതയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും വളരെ നല്ല രീതിയിൽ ഈ രൂപത മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഒത്തിരി നന്ദി പിതാവേ. പിതാവിന്റെ നേതൃത്വത്തിൽ ഈ രൂപത ഇനിയും വളരട്ടെ. ഒത്തിരി ഒരു ആത്മീയ വളർച്ച കാണുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കട്ടെ. ഞങ്ങളുടെ മക്കളെല്ലാം രൂപതയ്ക്ക് വേണ്ടിയിട്ട് ഒരു അച്ഛന്മാരും സിസ്റ്റേഴ്സും നല്ല കുടുംബങ്ങളുമായിട്ട് മാറാനായിട്ട് പിതാവിന്റെ അനുഗ്രഹം ഞങ്ങൾക്ക് ഉണ്ടാവണം. ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പിതാവ് പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഷെക്കിന ടിവിക്ക് വേണ്ടി സിൽവി സന്തോഷ് ഫ്രം സോമർസെറ്റ്.